വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. എന്നത്തെയും പോലെ നമ്മുടെ ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ സെഷനിലേക്ക് പോവാണ് കേട്ടോ നമ്മള്. അപ്പൊ ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ സെഷൻ നമ്മൾ നൽകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സില് ലാസ്റ്റ് ഗ്രേഡിന് അല്ലെ, കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡിന് ഫുൾ മാർക്ക് നേടുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്. അപ്പൊ ഞാനിങ്ങനെ വെറുതെ കുറെ ക്വസ്റ്റ്യൻസ് ഡെയിലി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ പറയുന്നത് ആ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നോട്ട് ചെയ്ത് ഡെയിലി അത് വായിച്ചു പോവുക. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് റിവിഷനൊക്കെ ചെയ്താലാണ് നമുക്കത് ഫുൾ മാർക്ക് നേടാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് എന്നാ ക്ലാസ്സിലേക്ക് കടന്നാലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 2025 മെയ് മാസത്തില് ഒരു വ്യക്തി അന്തരിച്ചു. 2025 മെയ് മാസത്തിൽ അദ്ദേഹത്തിന്റെ പ്രത്യേകതയാണ് നമ്മൾ പറയണത്. അദ്ദേഹത്തെ ഇന്ത്യൻ ആണവ റിയാക്ടറുകളുടെ ശില്പി എന്ന് വിളിക്കുന്നു. അപ്പൊ ആണവ റിയാക്ടറുകളുടെ ഇന്ത്യൻ ആണവ റിയാക്ടറുകളുടെ 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 ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തി 2025 മെയ്യില് അന്തരിച്ചു. അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ എം ആർ ഡോക്ടർ എം ആർ ശ്രീനിവാസൻ. ക്ലിയർ ആയോ മക്കളെ നിങ്ങൾക്ക്? 2025 മെയ്യിൽ അന്തരിച്ച ഇന്ത്യൻ ആണവ റിയാക്ടറുകളുടെ ശില്പി എന്ന് വിളിക്കുന്ന ശാസ്ത്രജ്ഞൻ ആരാണ്? ഡോക്ടർ എം ആർ ശ്രീനിവാസൻ. ഡോക്ടർ എം ആർ ശ്രീനിവാസൻ. ഇനി അടുത്തത് 2025 എന്ത് നടന്നു? ഒരു വനിതാ ബ്ലൈൻഡ് ട്ടാ വനിതാ ബ്ലൈൻഡ് വേൾഡ് കപ്പ് ഫുട്ബോൾ നടന്നു. വേൾഡ് കപ്പ് ഫുട്ബോള്. ഇതിന്റെ കിരീടം നേടിയത് ആരാണ്? ആർക്കാ കപ്പ് കിട്ടിയെന്നാ ചോദിക്കണേ. കിരീടം നേടിയത് അർജന്റീനയാണ്. 2025 വനിതാ വേൾഡ് കപ്പ് ബ്ലൈൻഡ് ഫുട്ബോള് അല്ലെ, വനിതാ ബ്ലൈൻഡ് വേൾഡ് കപ്പ് ഫുട്ബോൾ നടന്നു. അതിന്റെ കിരീടം നേടിയതാണ് അർജന്റീന. അപ്പൊ അടുത്ത ചോദ്യം, എന്റെ ചോദ്യം ഇതാണ്. കിരീടം നേടിയത് അർജന്റീനയാണെങ്കിൽ ഫുട്ബോൾ മത്സരം നടന്നത് എവിടെയാണ്? അടുത്ത ചോദ്യം, നടന്നത് കൊച്ചിയിലാണ്. എവിടെയാ നമ്മൾ പറയാ? കൊച്ചി. 2025 വനിതാ ബ്ലൈൻഡ് വേൾഡ് കപ്പ് ഫുട്ബോൾ നടന്നത് കൊച്ചി. 2025 വനിതാ ബ്ലൈൻഡ് വേൾഡ് കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് അർജന്റീന. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2025 മെയ്യിൽ ഇന്ത്യൻ ആണവ റിയാക്ടറുകളുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്ന ശാസ്ത്രജ്ഞൻ അന്തരിച്ചു. അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ എം ആർ ശ്രീനിവാസൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 2025 വനിതാ ബ്ലൈൻഡ് വേൾഡ് കപ്പ് ഫുട്ബോൾ കിരീടം നേടി ആര്? അർജന്റീന. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 2025 വനിതാ ബ്ലൈൻഡ് വേൾഡ് കപ്പ് ഫുട്ബോൾ നടന്നത് എവിടെ? കൊച്ചിയിലാണ് നടന്നത്. അടുത്തത്, മലയാള ചലച്ചിത്ര നടൻ മോഹൻലാലിന്റെ, ആരുടെയാ? നമ്മുടെ മലയാള ചലച്ചിത്ര നടൻ ആരുടെ? മോഹൻലാലിന്റെ ജീവചരിത്രത്തിന്റെ പേര് എന്താണ്? ജീവചരിത്രത്തിന്റെ പേര് മുഖരാഗം എന്നാണ്. മുഖരാഗം. അദ്ദേഹത്തിന്റെ മലയാള ചലച്ചിത്ര നടൻ മോഹൻലാലിന്റെ ജീവചരിത്രത്തിന്റെ പേരെന്താണ്? മുഖരാഗം എന്നാണ്. എന്താണ്? മുഖരാഗം. അടുത്തത്, ലോക ദാരിദ്ര്യ നിർമാർജന ദിനം. ലോക ദാരിദ്ര്യ നിർമാർജന ദിനം. ഇതെന്തിനാ ടീച്ചർ ദാരിദ്ര്യ നിർമാർജന ദിനമൊക്കെ ഞങ്ങളെ കറണ്ട് അഫയേഴ്സിൽ പഠിപ്പിക്കണേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒക്ടോബർ മാസത്തിലാണ് മക്കളെ ലോക ദാരിദ്ര്യ നിർമാർജന ദിനം. ഒക്ടോബർ 17 ലോക ദാരിദ്ര്യ നിർമാർജന ദിനം. എന്നാ? ഒക്ടോബർ 17. എന്നാണ്? ഒക്ടോബർ 17. ഇനി 2025 ഒക്ടോബർ 13 നമ്മുടെ ഈ 2025 ഒക്ടോബർ മാസം 13 ഗാസ യുദ്ധം അവസാനിപ്പിക്കാനായി അന്താരാഷ്ട്ര സമാധാന ഉച്ചകോടി നടന്നു. അന്താരാഷ്ട്ര സമാധാന ഉച്ചകോടി നടന്നു. ആ നടന്നത് എവിടെയാണ്? 2025 ഒക്ടോബർ 13 ഗാസ യുദ്ധം അവസാനിപ്പിക്കാൻ അന്താരാഷ്ട്ര സമാധാന ഉച്ചകോടി നടന്നത് എവിടെയാണ്? ഈജിപ്തിലാണ്. എവിടെയാ നടന്നത്? ഈജിപ്തിലാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം കൂടി ഞാൻ പറയാണ്. ഈ അന്താരാഷ്ട്ര സമാധാന ഉച്ചകോടിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് ആരാണ്? ഇന്ത്യയെ പ്രതിനിധീകരിച്ചു പോയത് ആരാണ്? കീർത്തിവർദ്ധൻ സിംഗ്. ആരാ പോയേ? കീർത്തി
വർദ്ധൻ സിംഗ്. കീർത്തി വർദ്ധൻ സിംഗ്. ഇത്രയും കാര്യം ക്ലിയർ ആയോ നിങ്ങൾക്ക്? കീർത്തി വർദ്ധൻ സിംഗ്. 2025 ഒക്ടോബർ 13 ഗാസ യുദ്ധം അവസാനിപ്പിക്കാൻ നടന്ന അന്താരാഷ്ട്ര ഉച്ചകോടി എവിടെ നടന്നു? ഈജിപ്തില്. അതില് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ആര് പോയി? കീർത്തി വർദ്ധൻ സിംഗ് പോയി. ഇനി നമ്മുടെ കേരളത്തിലെ 50ാമത്തെ ചീഫ് സെക്രട്ടറി ആരാണ്? കേരളത്തിലെ 50ാമത്തെ ചീഫ് സെക്രട്ടറിയുടെ പേര് എ ജയതിലക് എന്നാണ്. എ ജയതിലക് ആണ്. എ ജയതിലക് ആണ്. അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആയി. എത്ര ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചേ? 9 ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു അല്ലേ? 8 8. 2025 മെയ് മാസത്തിൽ ഇന്ത്യൻ ആണവ റിയാക്ടറുകളുടെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തി മരിക്കുകയാണ്. അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ MR ശ്രീനിവാസൻ. 2025 വനിതാ ബ്ലൈൻഡ് വേൾഡ് കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് അർജന്റീനയാണെങ്കിൽ 2025 വനിതാ ബ്ലൈൻഡ് വേൾഡ് കപ്പ് ഫുട്ബോൾ നടന്നത് കൊച്ചിയിലാണ്. മോഹൻലാലിന്റെ ജീവചരിത്രത്തിന്റെ പേര് മുഖരാഗം എന്നാണ്. ലോക ദാരിദ്ര്യ നിർമ്മാർജ്ജന ദിനം ഒക്ടോബർ 17 2025 ഒക്ടോബർ 13 ഗാസ യുദ്ധം അവസാനിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി അന്താരാഷ്ട്ര സമാധാന ഉച്ചകോടി നടന്നത് ഈജിപ്തിലാണ്. ആ സമാധാന ഉച്ചകോടിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചു പോയത് കീർത്തി വർദ്ധൻ സിംഗ് ആണ്. 50ാമത്തെ കേരള ചീഫ് സെക്രട്ടറി എ ജയതിലക് ആണ്. ആരാണ്? എ ജയതിലക് ആണ്. ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത ചോദ്യം നമുക്ക് അറിയുന്നതാണ്. IUCN അല്ലെ? IUCNന്റെ WCPA എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവാർഡ്, വേൾഡ് കമ്മീഷൻ ഓഫ് പ്രൊട്ടക്റ്റഡ് ഏരിയാസിന്റെ കെന്റർ അവാർഡാണ് കേട്ടോ. ഇനി അവാർഡിന്റെ പേര് ഞാൻ പറയണേ. കെന്റൺ മില്ലർ അവാർഡ് ആർക്ക് കിട്ടി എന്നാണ് എന്റെ ചോദ്യം. ആർക്ക് കിട്ടി? IUCNന്റെ WCPA വേൾഡ് കമ്മീഷൻ ഓൺ പ്രൊട്ടക്റ്റഡ് ഏരിയാസിന്റെ കെന്റൺ മില്ലർ അവാർഡ് നേടിയത് ഒരു ലേഡിയാണ്. അവരുടെ പേര് സൊനാലി ഘോഷ് എന്നാണ്. സൊനാലി ഘോഷ് ആണ്. ഇവരുടെ പ്രത്യേകത, ഇവരൊരു ഫീൽഡ് ഡയറക്ടർ ആണ് ഒരു നാഷണൽ പാർക്കിന്റെ. ഏത് നാഷണൽ പാർക്കിന്റെ? കാസിരംഗ നാഷണൽ പാർക്കിന്റെ ഫീൽഡ് ഡയറക്ടർ ആണ് മക്കളെ. അപ്പൊ ഏത് നാഷണൽ പാർക്കിന്റെ ഫീൽഡ് ഡയറക്ടർക്കാണ് IUCNന്റെ കെന്റൺ മില്ലർ അവാർഡ് കിട്ടിയത്? ഏതിന്റെയാണ്? കാസിരംഗ. അല്ലെങ്കിൽ IUCNന്റെ കെന്റൺ മില്ലർ അവാർഡ് നേടിയ കാസിരംഗ നാഷണൽ പാർക്കിലെ ഫീൽഡ് ഡയറക്ടർ ആരാണ്? സൊനാലി ഘോഷ്. ക്ലിയർ ആയോ? ഇത്രയും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കാം കേട്ടോ. ഇനി അടുത്തത് വളരെ ഫേമസ് ആയിട്ടുള്ള, ഇനി ഫേമസ് ആയിട്ട് എന്ന് പറയാൻ പറ്റില്ല, ഇപ്പോ ഇറക്കാൻ പോണേ ഉള്ളൂ ഒക്ടോബർ മാസത്തില്. ആ ഒരു പുസ്തകത്തിന്റെ പേരാ നമ്മൾ പറയണേ. എങ്ങനെയായാലും ഫേമസ് ആവുന്നുള്ളതിന് സംശയമൊന്നുമില്ല. ഫൈൻഡിങ് മൈ വേ എന്ന പുസ്തകം രചിച്ചത് ആരാന്നറിയോ? അപ്പൊ നിങ്ങക്ക് മനസ്സിലായില്ലേ? മലാല യൂസഫ്സായ്. ഇവരാണ് ഫൈൻഡിങ് മൈ വേ. അപ്പൊ ഫൈൻഡിങ് മൈ വേ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് മലാല യൂസഫ്സായ്. ഫൈൻഡിങ് മൈ വേ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? മലാല യൂസഫ്സായ്. ഇനി നമ്മുടെ ന്യൂഡൽഹിയില് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ദേശീയ ഗോത്ര ഉത്സവം ഉണ്ട് ന്യൂഡൽഹിയുടെ. അതിന്റെ പേര് ആടി മഹോത്സവ എന്നാണ്. ആടി മഹോത്സവം. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഇവിടുന്ന് കിട്ടിട്ടോ. ന്യൂഡൽഹിയിലെ ദേശീയ ഗോത്ര, ന്യൂഡൽഹി കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഗോത്ര ഉത്സവമാണ് ആടി മഹോത്സവം. ആ ആടി മഹോത്സവം ഇനോഗ്രേറ്റ് ചെയ്തത് ആരാണ്? ദ്രൗപതി മുർമു. ആരാ ഉദ്ഘാടനം ചെയ്ത? ദ്രൗപതി മുർമു. ആരുദ്ഘാടനം ചെയ്തു? ദ്രൗപതി മുർമു. ക്ലിയർ ആയില്ലേ? അടുത്തത് 2025 ഒക്ടോബറിൽ കേരളത്തിൽ വെച്ച് അന്തരിച്ച കെനിയയുടെ
മുൻ പ്രധാനമന്ത്രി എവിടെ വെച്ച് അന്തരിക്കുകയാണ്? നമ്മുടെ അവിടെ കേരളത്തിൽ വെച്ച് അന്തരിച്ചു. ആരാന്ന് ചോദിച്ചാൽ നമ്മൾ ആരുടെ പേപ്പറിലൊക്കെ ഉണ്ടെന്ന് ഇന്നലെ കേട്ട്. റെയ്ല ഒഡിഗ. റെയ്ല ഒഡിഗ ആരാണ്? റെയ്ല ഒഡിഗ 2025 ഒക്ടോബറിൽ കേരളത്തിൽ വെച്ച് അന്തരിച്ച മുൻ കെനിയൻ പ്രധാനമന്ത്രി. കെനിയയുടെ മുൻ പ്രധാനമന്ത്രിയുടെ പേര് റെയ്ല ഒഡിഗ എന്നാണ്. റെയ്ല ഒഡിഗ. ഇനി അടുത്തത് 2025 അന്താരാഷ്ട്ര ബുക്കർ പ്രൈസ്, ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ ഹാർട്ട് ലാമ്പ് എന്ന് പറയുന്ന കൃതി. ഹാർട്ട് ലാമ്പിനാണ് ബുക്കർ പ്രൈസ് കിട്ടിയത്. ഹാർട്ട് ലാമ്പ് എന്ന് പറയുന്ന കൃതി രചിച്ചത് ആരാണ്? ആരാ രചിച്ചേ? ബാനു മുഷ്താഖ് ആണ്. ബാനു മുഷ്താഖ്. 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ ഹാർട്ട് ലാമ്പ് എന്ന് പറയുന്ന കൃതി രചിച്ചത് ബാനു മുഷ്താഖ്. ഇനി ഇത് എന്ത് കൃതിയാണെന്നറിയോ നിങ്ങൾക്ക്? കന്നഡ ഭാഷയിലുള്ള കൃതിയാണ്. കന്നഡ ഭാഷയിലുള്ള കൃതി. ആ കൃതി അപ്പൊ രണ്ടാമത്തെ ചോദ്യം ഇതാട്ടാ, ഏത് ഭാഷയിലുള്ള കൃതി. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൂന്നാമത്തെ ചോദ്യം, അത് ട്രാൻസ്ലേറ്റർ ആരാന്ന്, അത് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരാന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ദീപ ബസ്തി ആണെന്ന്. ആരാ? ദീപ ബസ്തി. ദീപ ബസ്തി. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അപ്പോ 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കൃതി ഹാർട്ട് ലാമ്പ്. ഹാർട്ട് ലാമ്പിന്റെ രചയിതാവ് ആരാണ്? ബാനു മുഷ്താഖ്. അപ്പൊ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കൃതി ഹാർട്ട് ലാമ്പ്. ആ ഹാർട്ട് ലാമ്പിന്റെ എന്താ പറയുക, രചയിതാവ് ബാനു മുഷ്താഖ്. അടുത്ത ചോദ്യം, അത് ഏത് ഭാഷ? കന്നഡ ഭാഷ. അടുത്ത ചോദ്യം, അതിന്റെ ട്രാൻസ്ലേറ്റർ ആരാണ്? ദീപ ബസ്തി. ട്രാൻസ്ലേറ്റർ ആരാണ്? ദീപ ബസ്തി. ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ? അതിനടുത്തത്, പൊതുവിദ്യാലയങ്ങളില് വിദ്യാർത്ഥികളുടെ സമഗ്ര കായിക എന്താ പറയുന്നത്, കായിക ക്ഷമത ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു പദ്ധതി കൊണ്ടുവന്നു പൊതുവിദ്യാലയങ്ങളിലാട്ടോ. അപ്പൊ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ, എന്താ പറയുക, ഗവൺമെന്റ് സ്കൂളില്, പൊതുവിദ്യാലയങ്ങളില് വിദ്യാർത്ഥികളുടെ സമഗ്ര കായികക്ഷമത ലക്ഷ്യമിട്ടുകൊണ്ട് ആരംഭിച്ച പദ്ധതിക്ക് വിളിക്കുന്ന പേര് എന്താണ്? ഹെൽത്തി കിഡ്സ്. എന്താ അതിന്റെ പേര്? ഹെൽത്തി കിഡ്സ് എന്നാണ്. എന്താ പേര്? ഹെൽത്തി കിഡ്സ്. ഒന്നും കൂടെ പറഞ്ഞേ. IUCN WCPA കെൻഡൻ മില്ലൻ അവാർഡ് നേടിയ ലേഡി സൊണാലി ഘോഷ്. അല്ലെ? ഒരു ചോദ്യം. ഇനി നമ്മൾ പറഞ്ഞു, അത് അവരാരാ? കാസിരംഗ നാഷണൽ പാർക്കിന്റെ ആരാണ്? ഫീൽഡ് ഡയറക്ടർ ആണ്. അടുത്തത്, ഫൈൻഡിങ് മൈ വേ എന്ന കൃതി രചിച്ചത് ആര്? മലാല യൂസഫ്സായി. ഡൽഹിയില് നടക്കുന്ന പ്രസിദ്ധമായിട്ടുള്ള ഗോത്ര ഉത്സവത്തിന്റെ പേരെന്ത്? ഏതാ? ആടി മഹോത്സവം. അത് ഉദ്ഘാടനം ചെയ്തത് ആരാണ്? ദ്രൗപദി മുർമു. കെനിയയുടെ മുൻ പ്രധാനമന്ത്രി കേരളത്തിൽ വെച്ച് അന്തരിച്ചു. ആരാങ്ങേര്? റെയ്ല ഒഡിഗ. അടുത്തത്, 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കൃതി ഹാർട്ട് ലാമ്പ്. അതിന്റെ രചയിതാവ് ബാനു മുഷ്താഖ്. അത് ഏത് ഭാഷയിൽ? കന്നഡ ഭാഷയിൽ. അതിന്റെ ട്രാൻസ്ലേറ്റർ ദീപ ബസ്തി. ക്ലിയർ ആയില്ലേ? അടുത്ത, പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് സമഗ്ര കായികക്ഷമത ഉദ്ദേശം വെച്ചുകൊണ്ട് നമ്മൾ തുടങ്ങിയ പ്രോജക്റ്റ് ഹെൽത്തി കിഡ്സ്. മനസ്സിലായോ മക്കളെ? അപ്പൊ നിങ്ങൾക്ക് എന്താ പറയാ, കറണ്ട് അഫയേഴ്സിൽ 20 മാർക്കാണ് ടീച്ചറിന്റെ ലക്ഷ്യം. അത് നിങ്ങൾക്ക് കിട്ടുന്ന ചെയ്യും, ഉറപ്പാണ്. അതിനുവേണ്ടി ഡെയിലി ഞാൻ അതായത് വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൊണ്ടുവരും. പക്ഷെ നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം. നിങ്ങൾ കൂടെ നിന്ന് പഠിച്ച്, നോട്ട് എഴുതി വെച്ച് പഠിച്ച് അത് റിവൈസ് ചെയ്ത് കൊണ്ടുപോയാൽ ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും കണ്ണടച്ച് നിങ്ങൾക്ക് ഉത്തരം എഴുതാനായിട്ട് പറ്റും. ക്ലിയർ ആയോ? അപ്പൊ ഭംഗിയായിട്ട് പഠിക്കുക. അടുത്ത ദിവസം ഇതുപോലെ തന്നെ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. അതിനു മുമ്പ് എന്ത് ചെയ്യണം? എന്റെ ക്ലാസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്ത വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം കേട്ടോ.